ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇതിൽ എത്രമാത്രം സൗണ്ട് ഇതിൽ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എൻ്റെ മാക്സിമം വോളിയത്തിലാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഈ വീഡിയോ ഞാനിപ്പോൾ എടുക്കുന്നത് രാത്രിയാണ്, പിന്നെ മോൾ അപ്പുറത്ത് ഉറങ്ങുന്നുണ്ട്. എങ്കിൽ കൂടി ഞാൻ എൻ്റെ മാക്സിമം വോളിയത്തിലാണ് സംസാരിക്കുന്നത്. കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം സംഭവം ഞങ്ങളൊരു ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു പെട്ടിയും തൊട്ടിയും ഉടുപ്പും എല്ലാം കൂടിയൊക്കെ കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഞാൻ എവിടെ പോകാൻ പോവുകയാണെന്ന്. അതേ ഗൈസ്, ഞങ്ങളൊരു ട്രിപ്പ് പോകാൻ പോവുകയാണ്. പക്ഷെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഇൻഷാ അള്ളാ ഞാൻ പോയതിന് ശേഷമായിരിക്കും, അല്ലെങ്കിൽ പോകുന്നതിൻ്റെ അന്നായിരിക്കും. അപ്പോൾ സംഭവം ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു ലഗേജ് പാക്ക് ചെയ്യുവാണ്. എൻ്റെ ഫസ്റ്റ് നമ്മൾ ട്രിപ്പ് പോകുന്നത് എവിടെയാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയണോ, അതോ നെക്സ്റ്റ് ഞങ്ങൾ പോകുന്നതിൻ്റെ അന്നത്തെ വീഡിയോയിൽ പറയണോ? അന്നത്തെ വീഡിയോ പറയുന്നതായിരിക്കില്ലേ നല്ലത്. അപ്പം പോകുന്നത് എവിടെയാണെന്ന് ഞാൻ അന്നത്തെ വീഡിയോയിൽ പറയാം. അപ്പം ഇന്ന് ഞാനിപ്പം ഇത് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. അപ്പം ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ആ ടൈം തൊട്ടെന്നല്ല, കുറേ നാളുകൊണ്ട് ഞങ്ങളിങ്ങനെ വിചാരിക്കുന്നു എന്തായാലും ഇതൊരു ഇന്റർനാഷണൽ ട്രിപ്പാണ്. ഓക്കെ, അത് ഞാൻ പറയാം. എവിടെയാണെന്നുള്ളത് നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കണേ. അപ്പോൾ കുറേ കൊല്ലം കൊണ്ട് ഞങ്ങൾ വിചാരിക്കുന്നുണ്ട് ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോകണം. എനിക്ക് ഡെലിവറിക്കൊക്കെ മുന്നേ. അപ്പം ഇക്കാക്ക് നല്ല, ഞാൻ എപ്പോഴും പറയും ഇക്കാക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. സംഭവം ഞാനാണ് അത് എപ്പോഴും മുടക്കി കൊണ്ടുപോകുന്നത്. ഈ വർഷമായപ്പം ഇക്ക എൻ്റെ അടുത്ത് കട്ടായം പറഞ്ഞു ഈ വർഷം ഇക്കാക്ക് ട്രിപ്പ് പോയേ പറ്റുള്ളൂ. എൻ്റെ മാക്സിമത്തിൽ ഞാൻ എല്ലാ പ്രാവശ്യത്തെയും പോലെ മുടക്കാനൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അങ്ങോട്ട് ഒത്തില്ല. അപ്പം ഇക്ക പിടിച്ച പിടിയായിരുന്നു ഈ വർഷം. അതുകൊണ്ട് തന്നെ ഇൻഷാല്ല ഞങ്ങൾ ഈ വർഷം പോവുകയാണ്. ഞങ്ങൾ പോകുന്നത് ഇൻഷാല്ല ഡിസംബർ 12 വ്യാഴാഴ്ച രാത്രിയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം എവിടെയാണെന്നൊക്കെ ഞാൻ നെക്സ്റ്റ് ബ്ലോഗിൽ എന്തായാലും പറയത്തുള്ളൂ. ഇതിൽ കുറച്ച് ഓപ്ഷൻസ് ഞാൻ പറയാം. നിങ്ങൾക്ക് എവിടെ ആയിരിക്കുന്നു നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്ത് നോക്കണേ. അപ്പം ഷോപ്പിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെയും എൻ്റെ മോളുടെയും ഫസ്റ്റ് ഇന്റർനാഷണൽ എന്നല്ല, ഫസ്റ്റ് ആദ്യമായിട്ടാണ് ഞങ്ങൾ എയർപോർട്ടിലും പോകാൻ പോകുന്നത്, ഫ്ലൈറ്റിലും കയറാൻ പോകുന്നത്. അതിൻ്റെതായ നല്ല ടെൻഷൻ അടിക്കുന്നുണ്ട്. പിന്നെ ഇക്ക ഓൾറെഡി പോയിട്ടുണ്ട്, 1-2 ട്രിപ്പൊക്കെ പോയിട്ട് 1-2 സ്ഥലത്തൊക്കെ പോയിട്ടുള്ളതുകൊണ്ട് ഇക്കാക്ക് പിന്നെ വലിയ കുഴപ്പമില്ല. അപ്പം ടെൻഷൻ ഉണ്ടെന്ന് വെച്ചാൽ ഇപ്പം ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല, ഞാൻ കൂളാണ്. ആ ടൈമിൽ മിക്കവാറും ഞാൻ നന്നായിട്ട് ടെൻഷൻ അടിക്കും. അപ്പം നമുക്ക് പെട്ടി പാക്ക് ചെയ്യാം. അപ്പം ഇടയ്ക്ക് മോളൊന്ന് എണീക്കുന്നുണ്ടായിരുന്നു. സംഭവം നൈറ്റാണല്ലോ, ആളിപ്പോൾ കിടന്നുറങ്ങുമ്പോൾ ഇടയ്ക്ക് ജസ്റ്റ് എന്നെ അടുത്ത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ ചിനുങ്ങും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് എന്തായാലും ഒരു 4 കൺട്രീസിൻ്റെ പേര് ഞാൻ പറയാം. അപ്പം നിങ്ങൾക്ക് ഏതാണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്ത് നോക്കണേ. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ടെൻഷനുണ്ട്. കാരണം ഒന്നാമതേ എൻ്റെ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ പോകുന്നത് ഇങ്ങനെയൊക്കെ. രണ്ടാമതും മോളെയും കൊണ്ടാണ് പോകുന്നത്. അപ്പം അറിയത്തില്ല, നമുക്കൊരു എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് എന്തൊക്കെ കരുതണം എന്നോ ഒരു ഐഡിയ വെച്ചിട്ടൊക്കെ ഞാൻ പാക്ക് ചെയ്യുന്നതാണ്. പിന്നെ ഒരുപാട് വെയിറ്റ് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ഞങ്ങൾക്ക് ടോട്ടൽ 14 കിലോയെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അപ്പം അതിൻ്റെതായ ടെൻഷൻസ് ഉണ്ട്. അപ്പം എന്തായാലും നമുക്കിപ്പോൾ പെട്ടി പാക്ക് ചെയ്യാം. പാക്ക് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് സംസാരിക്കാം. ഞാൻ ഒരുപാട് സാധനങ്ങളൊന്നും കൊണ്ടുപോകുന്നില്ല, എന്നാൽ ആവശ്യത്തിന് കൊണ്ടുപോകുന്നതുകൊണ്ട്. പിന്നെ എന്താണ് പറയേണ്ടത് സത്യം പറഞ്ഞാൽ എനിക്ക് എക്സൈറ്റ്മെന്റ് ആണോ സന്തോഷമാണോ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, എന്താണ് പറയേണ്ടതെന്നും എനിക്ക് അറിയത്തില്ല. എന്തായാലും നമുക്ക് പെട്ടി പാക്ക് ചെയ്യാം. അപ്പം ഞാൻ കുറച്ച് ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട്. എനിക്കാണെങ്കിലും ഇക്കാക്കാണെങ്കിലും മോക്കാണെങ്കിലും കുറച്ച് ഡ്രസ്സ് മേടിച്ചിട്ടുണ്ട്. പിന്നെ പിന്നെ എല്ലാവരും കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടി എന്തായാലും പാക്ക് ചെയ്യാം. അപ്പം ഇതാണ് നമ്മുടെ പെട്ടി. ഞാൻ എന്തായാലും ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ എടുക്കുക. ഇതിൽ 1-2 കോസ്റ്റ്യൂം എനിക്ക് എൻ്റെ ഭയങ്കര ഫേവറേറ്റ് കോസ്റ്റ്യൂമായിട്ട് ഞാൻ എടുത്തതാണ്. അപ്പം നിങ്ങൾ എൻ്റെ കോസ്റ്റ്യൂം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് എനിക്ക് സത്യം പറയാൻ നല്ല ടെൻഷനും ഉണ്ട്. അപ്പം ഈ പെട്ടിയിൽ തന്നെ ഇപ്പോൾ ഓൾറെഡി ഓൾമോസ്റ്റ് കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പം ഒരു കുപ്പി ഞാൻ കരുതുന്നുണ്ട്. കാരണം വേറൊന്നുമല്ല, നമ്മളിപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ മോളെയും കൊണ്ടൊക്കെയല്ലേ പോകുന്നത്. അപ്പോൾ എന്തായാലും ഒരു ബോട്ടിൽ എന്തായാലും കയ്യിൽ കരുതിയേക്കണം. അതുകൊണ്ട് ഞാനൊരു ബോട്ടിൽ ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇത് ഞാൻ മിനിസോയിൽ നിന്ന് മേടിച്ചതാണ്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ മിനിസോയിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടാ. പക്ഷേ ഈ കുപ്പിക്ക് ഇപ്പോൾ റേറ്റ് വന്നിട്ട് 290 ആണ്. അത്യാവശ്യം ഇതിപ്പോൾ ഞാൻ ലഗേജ് പാക്ക് ചെയ്യുവാണോ അതോ ഞാൻ റിവ്യൂ പറയുവാണോ? എന്തായാലും ജസ്റ്റ് കേട്ടോ, ഒരുപാട് കുപ്പികളുണ്ടായിരുന്നു. നല്ല റേറ്റാണ്, പക്ഷെ ക്വാളിറ്റിയും അടിപൊളിയാണ്. ഇതിനെന്തായാലും 290 ആണ്. എന്തായാലും ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് വെള്ളമൊക്കെ ക്യാരി ചെയ്യണമല്ലോ, മോളുള്ളതല്ലേ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കുപ്പി മേടിച്ചത്. പിന്നെ ഞാൻ എൻ്റെ കോസ്റ്റ്യൂമൊക്കെ ഞാൻ എവിടെ നിന്ന് മേടിച്ചതാണെന്ന് പിന്നെ പറയാവേ. ഇതൊരെണ്ണം എനിക്ക് ഇഷ്ടപ്പെട്ട് മേടിച്ചതാണ്. ഇപ്പം എൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ.
ഇതൊക്കെ എനിക്ക് അവിടെ ചെന്ന് ഇടാൻ കാണുമോ അതോ മോളുടെ പിറകെ ആയിരിക്കുമോ? സത്യം പറയും ഇപ്പം എന്നെ ആലോചിക്കുമ്പോൾ നല്ല ടെൻഷനുണ്ട്. ഞാനിതെല്ലാം ജസ്റ്റ് ഇങ്ങനെ ഒന്നും നമ്മളിങ്ങനെ ഒരു ഐഡിയ ഇല്ലല്ലോ, അപ്പോൾ ജസ്റ്റ് എല്ലാം കൂടി ഇങ്ങനെ വാരിക്കൂട്ടി ഇട്ടേക്കുവാണ്. അപ്പോൾ ഇനി ഇതെല്ലാം മടക്കി വെക്കണം. അപ്പോൾ നമുക്ക് മടക്കി മടക്കി സംസാരിക്കാം. ഇത് മോക്ക് ഇക്കക്കായും അൻസയും കൂടെ അവർ മാരേജ് കഴിഞ്ഞ് ട്രിപ്പ് പോയപ്പോഴത്തേക്ക് കൊണ്ടുവന്നതാണ്. അപ്പോൾ അങ്ങനത്തെ 3 കോസ്റ്റ്യൂം ഉണ്ട്. അപ്പോൾ അത് 3 ഞാൻ ജസ്റ്റ് ഒന്ന് എടുക്കുന്നുണ്ട്. പിന്നെന്തുവാണ്, പിന്നെ ഞാൻ ആമസോണിൽ നീ ഇടയ്ക്ക് 2 ഡ്രസ്സിൻ്റെ റിവ്യൂസ് ഞാൻ ഇട്ടിട്ടില്ലായിരുന്നോ? അതും സത്യം പറഞ്ഞാൽ ഞാൻ ഈ ട്രിപ്പ് പോകുന്നതുകൊണ്ട് മേടിച്ചതാണ്. പെട്ടെന്ന് നമ്മൾ ഇപ്പം ട്രിപ്പ് പോയാലും നമ്മൾ എത്ര ദിവസത്തെ ട്രിപ്പ് എന്ന് പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ പോകുന്നത് 4 ഡേ ആൻഡ് 3 നൈറ്റാണ്. എനിക്കറിയത്തില്ല ഫുഡ് എങ്ങനെയായിരിക്കുമെന്നോ മോക്ക് എങ്ങനെയായിരിക്കുമെന്നോ ഒരു ഐഡിയ ഇല്ല. എന്തായാലും ഞാൻ ഇൻഷാ അല്ലാഹ് എന്നെ കൊണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ ദിവസത്തെ വീഡിയോ എടുക്കും. ഇക്കാൻ്റെ അടുത്ത് ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട് ഞാൻ പോകുന്നത് വെക്കേഷനാണ്, അല്ലാതെ എനിക്ക് വ്ളോഗ് എടുക്കാനല്ല എന്ന്. ഇക്ക ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട് പഠിച്ചവനെ ഞാൻ 2 കൊച്ചുങ്ങളെ കൊണ്ടാണല്ലോ പോകുന്നത്, എൻ്റെ അവസ്ഥ എന്തോ ആയിരിക്കുമെന്ന്. നോക്കാം നമുക്ക്. ഞാൻ എന്തോ പറയുന്നത് നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? സത്യമായിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ഇക്കടുത്താ ചോദിക്കുന്ന ഇക്ക എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? പിന്നെ മോക്കാണെങ്കിൽ ഞാൻ ഒരുപാടൊന്നുമല്ല കുഞ്ഞിനാണ് ഞങ്ങൾ കൂടുതലും കുഞ്ഞിനെന്നല്ല ഞങ്ങൾക്ക് എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഫസ്റ്റ് ഞങ്ങൾ ഒരുമിച്ചിട്ടുള്ള ആദ്യത്തെ ട്രിപ്പ് ഇന്റർനാഷണൽ എന്നല്ല, നമ്മൾ ആദ്യം അല്ലല്ല ഞങ്ങൾ കോഴിക്കോടൊക്കെ പോയിട്ടുണ്ടല്ലേ. അപ്പോൾ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ കുറേ കൊല്ലം കൊണ്ട് പറഞ്ഞിരുന്നിട്ട് ഞങ്ങൾ പോകുന്നൊരു ട്രിപ്പാണ്. അതുകൊണ്ട് അത്യാവശ്യം ഞങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, മോക്കും ഞങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നോക്കാം. ഞാൻ എല്ലാ പ്രാവശ്യവും മുടക്കുന്നത് ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാനത് മുടക്കാറുണ്ട് എല്ലാ വർഷവും. ഈ വർഷം മാത്രമാണ് എൻ്റെ കയ്യിൽ അത് മുടക്കാനായിട്ട് നിൽക്കാത്തത്. ഇത് ഞാൻ മോക്ക് ഇഷ്ടപ്പെട്ടെടുത്തൊരു പാൻ്റാണ്, പക്ഷേ എൻ്റെ മോക്ക് ഇത് വലുതാണ്. അതുകൊണ്ട് ഇത് ഞാൻ കൊണ്ടുപോകണോ വേണ്ടയോ എന്ന് ഞാൻ കൺഫ്യൂസ്ഡ് ആണ്. നല്ല അടിപൊളി പാൻ്റല്ലേ, നല്ലതാ, പക്ഷേ കൺഫ്യൂസ്ഡ് ആണ് ഞാൻ കൊണ്ടുപോകണോ വേണ്ടത്. കാരണം അവൾക്കത് വലുതാവാനാ ചാൻസ്. എന്തായാലും അത് മാറ്റി വെച്ചേക്കാം. പിന്നെ ഇക്കാടെ ഈ ഒരു ഷർട്ട് കൊള്ളാവും, എനിക്ക് കൈയിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സംഭവം ഇതെല്ലാം ചുരുട്ടിക്കൂട്ടി ഇരിക്കുവാണ്. ഇതുണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ മോക്ക് ഞാൻ നോർമൽ നമ്മുടെ ടൈപ്പ് ഡ്രസ്സ്, ഇതൊക്കെ ഞാൻ എപ്പോഴൊക്കെയോ എടുത്ത ഡ്രസ്സുകളാണ് അവളുടെ, എപ്പോഴൊക്കെയോ എടുത്ത ഡ്രസ്സുകൾ. ഇപ്പം ഞാൻ ട്രിപ്പ് പോകാനായിട്ട് അവൾക്ക് കുറച്ച് ട്രിപ്പ് പോകാനായിട്ടാണോ ടീഷർട്ട് എടുത്തേ? ആണോ, ടീഷർട്ട് മാത്രം ട്രിപ്പ് പോകാനായിട്ട് എടുത്തു. ബാക്കിയൊക്കെ നമ്മൾ അല്ലാണ്ടൊക്കെ ഇരിക്കുന്നത് ഞാൻ എടുക്കുന്നതാണ്. അല്ലാതെ അവൾക്ക് ട്രിപ്പ് എന്ന് വെച്ചാൽ കുഞ്ഞല്ലേ, അവൾക്ക് വീട്ടിൽ ഇരുന്നതാണെങ്കിലും അങ്ങനെ ഞാൻ ഒരുപാട് ഡ്രസ്സ് അവൾക്ക് ഞാൻ മേടിച്ച് കൂട്ടാറില്ല. ഇതൊക്കെ കൊണ്ടുവന്നതാണ് അവൾക്ക് ഫസ്റ്റ് ടൈം വന്നപ്പോഴോ മറ്റോ. അപ്പം അങ്ങനത്തെ ഡ്രസ്സുകളാണ് അവൾക്ക് ഞാൻ കൂടുതലും കരുതിയിരിക്കുന്നത്. പിന്നെ അവിടെ ചിലപ്പോൾ എനിക്ക് അറിഞ്ഞൂടല്ലോ അവിടെ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്. എൻ്റെ ഇതിന് വെച്ചിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ മേടിക്കും. അതും കൂടെയൊക്കെ കരുതിയുള്ള രീതിക്കാണ് ഞാൻ സാധനങ്ങൾ എടുക്കാം. പിന്നെ ഞാൻ ഇത് 2 എടുക്കുന്നുണ്ട്, ഈ ഒരു കഫ്താനും ഈ ഒരു 2 കോട്ട് സെറ്റും ഞാൻ എടുക്കുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഇക്കാടെ സാധനങ്ങൾ പാക്ക് ചെയ്യാം. സംഭവം ഈ 2 പ്രിന്റഡ് ജോഗറാണ്. ഇത് 2ഉം ഇക്ക ഒരു ഓൺലൈൻ പേജിൽ നിന്ന് മേടിച്ചതാണ്. സംഭവം നൈസാണ് കേട്ടോ. ട്രിപ്പൊക്കെ പോകുമ്പോൾ അപ്പോൾ ഇക്കാക്ക് ഇങ്ങനെയുള്ള ഷോർട്സ് അതൊന്നും ഇക്കാക്ക് കംഫർട്ടും അല്ല, ഇക്ക ഇടാറുമില്ല. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇക്കാലത്ത് എപ്പോഴും ഇക്ക ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യും, അതിൻ്റെ പോലും പുള്ളി ഓക്കെ ഇല്ല. അപ്പം ഈ 2 ജോഗർ ഏതോ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് മേടിച്ചതാണ്. സംഭവം നൈസാണ്. എന്തായാലും ഇതൊക്കെ ഇട്ടിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണം എന്ന് വിചാരിക്കുന്നു. നടക്കുമോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് 2 പേർക്കും അറിയത്തില്ല. ഇക്കാക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ പോകുന്നതിന് നല്ല ടെൻഷനാണ്. ഇക്കായൊക്കെ വിളിക്കുമ്പോൾ പറയും ഞാൻ 2 കൊച്ചുങ്ങളെയും കൊണ്ടാണ് പോകുന്നത്, എന്താവോ എന്തോ എൻ്റെ അവസ്ഥ. മിക്കവാറും ഇവരെ 2 പേരെയും കയറ്റി വിട്ടിട്ട് ഞാൻ അവിടെ 2 ദിവസം ഇവിടെ നിന്നിട്ടേ വരത്തുള്ളൂ. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഇക്ക അങ്ങനെ പറഞ്ഞില്ല അന്ന്. എനിക്കിങ്ങനെ പാക്ക് ചെയ്ത് വലിയ ഐഡിയ ഒന്നും ഇല്ല കേട്ടാ. എല്ലാവരും പറയും ഇതാണോ പാക്കിങ് എന്നൊന്നും എൻ്റെ അടുത്ത് ചോദിച്ചറിയരുത്. അപ്പോൾ ഇക്കാടെ എല്ലാം വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ത് വെക്കാം? സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്.
എത്ര ഡ്രസ്സ് എടുക്കണം. ഇപ്പം 4 ദിവസമാണെന്നുണ്ടെങ്കിലും നമ്മളായിട്ട് പുറത്ത് പോകുമല്ലോ, അങ്ങനെയൊക്കെ വരുമ്പോഴത്തെ എത്ര ഡ്രസ്സ് എടുക്കണം എന്നൊക്കെ നല്ല കൺഫ്യൂസ്ഡാണ്. ഞാൻ എടുക്കുന്ന കൂടി പോകുമോ, ആ ഒരു ടെൻഷനും ഉണ്ട്. പിന്നെ ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നത് കൊണ്ട് കൂടി മാത്രമാണ് ഞാൻ പിന്നും ഇരിക്കട്ടെ കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നത്. വീഡിയോസ് എന്തെങ്കിലും എടുക്കാമല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഇക്കാടെ വെച്ച് എൻ്റെയും വെച്ചിട്ട് ഞാൻ വിചാരിക്കുന്നു മോളുടെ വെക്കാമെന്ന്. കുപ്പിയുണ്ട്, ചില്ലറ കുറച്ച്. പിന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമിൽ മേടിച്ച കുറച്ച് സാധനങ്ങളുണ്ട്. ഇതൊക്കെ ഈ ഒരു ഡ്രസ്സ്, ഈ ഒരു 3 ഡ്രസ്സില്ലേ, ഇനി ഒരെണ്ണം കൂടെ കാണൂല്ലേ? ഈ ഡ്രസ്സൊക്കെ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് മേടിച്ചെന്ന് വെച്ചാൽ ഇടാൻ ഭയങ്കര കംഫർട്ടാണ്. ആ ഒരു രീതിക്ക് ഞാൻ മേടിച്ച ഡ്രസ്സുകളാണ്. ഇതൊക്കെ ഭയങ്കര നൈസാണ്. അപ്പം അതൊക്കെ ജസ്റ്റ് ഞാൻ എടുക്കണോ വേണ്ടത് ഇപ്പം സത്യം പറഞ്ഞ് ആലോചിക്കുമ്പോൾ കൺഫ്യൂഷനാണ്. എന്നാലും ഇരിക്കട്ടെ, ഒരു വഴിക്ക് പോയില്ലേ. പിന്നെ ഈ ഒരു ഷർട്ട് പുറത്തിരിക്കട്ടെ, ഇതിനെനിക്ക് വേറൊരു ആവശ്യമുണ്ട്. പിന്നെന്താണ്, പിന്നെ മോളുടെ കാര്യമാണ് ഏറ്റവും വലിയൊരു. പക്ഷെ ആൾക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങളുടെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രാവൽ ചെയ്യാൻ. ആൾക്ക് ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടൊരു ടെൻഷനില്ല. പക്ഷേ അവളുടെ ഫുഡ് ഞാൻ സെറിലൊക്കെ നോക്കി ഇതുവരെയും കൊടുത്തിട്ടില്ല. അവൾക്ക് നമ്മുടേതായ ഫുഡ്. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ അത് പാൻ കേക്ക് ഞാൻ അവൾ കഴിക്കാത്ത എല്ലാ വെജിറ്റബിൾസും ചേർത്ത് പാൻ കേക്ക് ആക്കി കൊടുക്കാറുണ്ട്. അപ്പം അവൾക്ക് ഞാൻ ഇതുവരെയും സെറിലൊക്കെ കൊടുത്തിട്ടില്ല. നാൻ പ്രോ ഇല്ലേ, അത് കുറച്ച് നാൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കൂടിപ്പോയ 1-2 മാസം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം സെറിലൊക്കെ മേടിച്ചതിൽ കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് കൊടുക്കാൻ എനിക്ക് അങ്ങോട്ട് തോന്നുന്നുമില്ല. പിന്നെ എനിക്ക് അറിയത്തില്ല, അവളുടെ ഫുഡിന്റെ കാര്യത്തിന് നല്ല ടെൻഷനുണ്ട്. എന്ന് വെച്ചാൽ അവൾ നല്ല രീതിയിൽ ഫുഡ് കഴിക്കാത്ത ഒരാളാണ്. അപ്പം അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് നല്ല നല്ല ചെറിയ ടെൻഷനൊന്നുമല്ല, ആവശ്യത്തിലധികം ടെൻഷനുണ്ട്. പിന്നെ നോക്കാം. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യമൊന്നും ഞാൻ കരുതുന്നില്ല. ഞാനിപ്പോൾ അവൾക്ക് എന്തുവാണ് എന്തെങ്കിലും സ്നാക്സ് മേടിച്ച് വെക്കണമെന്ന് വിചാരിക്കുന്നു. ഇപ്പം നമുക്കാണെങ്കിലും കഴിക്കാനായിട്ടില്ലേ, അത് വിചാരിക്കുന്നുണ്ട്. പിന്നെന്തുവാണ്, എൻ്റെ കോസ്റ്റ്യൂമും ഏകദേശം കഴിഞ്ഞു ഗൈസ്. പിന്നെ അതൊന്നും വെച്ചില്ലല്ലേ. ഇത് ഇത്രയാണ് മോക്ക് നമ്മൾ കൊണ്ടുപോകുന്നത്. അതൊരു സൈഡിലായിട്ടിരുന്നോളൂ. പിന്നെ മോക്ക് പാമ്പേഴ്സ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അവൾക്ക് പാമ്പേഴ്സ് കരുതുക എന്നുള്ളത്. അതെനിക്ക് അറിയത്തില്ല. ഇപ്പം 4 ദിവസത്തെ ആണെന്നുണ്ടെങ്കിലും ഒരു ദിവസം ഒരു 3 പാമ്പേഴ്സ് വെച്ച് കൂട്ടിയാലും അവൾക്ക് എപ്പോഴും ഞങ്ങൾ യൂസ് ചെയ്യുന്നത് പാമ്പേഴ്സാണ്. എപ്പോഴും ഞാൻ ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്യുന്നത്. എൻ്റെ വീട്ടിൽ പോകുമ്പോൾ മാത്രമാണ് ചിലപ്പോൾ കുറച്ച് ദിവസമൊക്കെ നിൽക്കത്തുള്ളൂ. അപ്പോൾ മാത്രമേ ഞങ്ങൾ ഏതെങ്കിലും ഒരു പാമ്പേഴ്സ് അതും പാമ്പേഴ്സ് തന്നെയാണ് മേടിക്കുന്നത്. അപ്പം ഇനി പുറത്ത് അവിടെയൊക്കെ കാണും, പക്ഷെ നമ്മൾ യൂസ് ചെയ്തിട്ടില്ലാത്ത സാധനങ്ങൾ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ടുള്ളൊരു ടെൻഷനുണ്ട്. പിന്നെ ഞങ്ങൾ മോക്ക് വേണ്ടി വാങ്ങിച്ച തൊപ്പിയാണിത്. കൊള്ളാവും. ഞാൻ ഈ തൊപ്പി അടിച്ചു മാറ്റാൻ ഞാൻ കുറേ ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ എൻ്റെ കെട്ടിയവൻ്റെ അമ്മിനും വില്ലിനും അടങ്ങുന്നില്ല. പിന്നെ ഇത് കൊള്ളാവോ. അല്ലെങ്കിൽ ഇത് ഞാൻ കാണിക്കത്തില്ല, ഇത് നിങ്ങളുടെ സർപ്രൈസ് ആയിട്ട് കണ്ടാൽ. ഇത് പിന്നെ ഞാനിതിൽ വെക്കുന്ന എൻ്റെ മേക്കപ്പ് പൗച്ച് വെക്കുന്നുണ്ട്. പിന്നെ ഒരു വൈപ്സ് വെക്കുന്നുണ്ട്. ഇവർക്ക് എപ്പോഴും ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല, ജസ്റ്റ് ഒരു വൈപ്സ് ഞാൻ കരുതുന്നുണ്ട്. അവിടെ കിട്ടും, നമ്മളിപ്പോൾ ഏത് സ്ഥലത്ത് പോയാലും അവിടെ വെറ്റ് വൈപ്സ് ഒക്കെ കിട്ടും. എങ്കിലും കുഞ്ഞുള്ളതിൽ ചെറിയൊരു പാക്കറ്റാണ് ഞാൻ കരുതുന്നത്. പിന്നെ എന്തുവാണ്, പിന്നെ ഇതും വെക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഗ്ലാസ്, ഇത് ഞങ്ങൾ ക്ലിഫിൽ പോയപ്പോൾ മേടിച്ചതാണേ. കാണുന്നുണ്ടോ അതിൽ? അത് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കരുതുന്നുണ്ട്. ഒക്കെ ഇഷ്ടപ്പെട്ട് മേടിച്ചതാണ്. ഇതൊക്കെ എനിക്കറിയത്തില്ല എന്തുവാണെന്നൊന്നും. എന്തായാലും ഇരിക്കട്ടെ, ഒരു വഴിക്ക് പോകുമല്ലേ. പിന്നെ മോക്ക് കുറച്ച് സോക്സ് കരുതുന്നുണ്ട്, ഒരു ബോട്ടിൽ കരുതുന്നുണ്ട്. പിന്നെന്തുവാണ്, ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിൽ വെക്കാനായിട്ട് പാമ്പേഴ്സ് ഉണ്ട്. പിന്നെ എന്തെങ്കിലും ഞങ്ങൾ ആകെ 2 ബാഗ്, ഈ ഒരു ട്രോളി ബാഗും ഞങ്ങൾക്ക് ടോട്ടൽ 14 കിലോ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. 4 ദിവസത്തേക്ക്. ഞങ്ങൾ 3 മുതലേ ഉള്ളൂ. കുഞ്ഞിനാണ് ഏറ്റവും കൂടുതൽ, അത് വേറെ കാര്യം. എന്തായാലും ഇത്ര സാധനമുള്ളൂ. ഞങ്ങളൊരു ട്രോളി ബാഗും പിന്നെ ഒരു ലാപ്ടോപ്പ് ബാഗുമാണ് കരുതാനും വിചാരിക്കുന്നത്. ഇനി ഇതിൽ കൂടുമോന്നൊന്നും എനിക്കറിയത്തില്ല. മാക്സിമം ഞങ്ങളെ കൊണ്ട് ഒഴിവാക്കാൻ പറ്റുന്ന എല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്കിതിൽ 2 ഹാൻഡ് ബാഗ് വെക്കാനുണ്ട്. പിന്നെന്തുവാ ഉള്ളത്, പാമ്പേഴ്സ് വെക്കാനുണ്ട്, പാമ്പേഴ്സ് മെയിൻ. പിന്നെന്തുവാ ഉള്ളത്,
ഇത്രേ ഉള്ളതാണ് എൻ്റെ വിശ്വാസം. എന്തായാലും ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഞാൻ അടുക്കി ഉറക്കും. അപ്പം 4 ദിവസത്തെ ട്രിപ്പിന് മോക്ക് വേണ്ടി ഞാൻ 16 പാമ്പേഴ്സ് ജസ്റ്റ് കയ്യിൽ കരുതുന്നുണ്ട്. അവൾക്ക് പാമ്പേഴ്സ് തന്നെയാണ് ഞങ്ങൾ എപ്പോഴും യൂസ് ചെയ്യുന്നത്. അതും ഈ പാമ്പേഴ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അവൾക്ക് ഇടയ്ക്ക് വീട്ടിൽ പോകുമ്പോൾ മാത്രമേ ഞാൻ പാമ്പേഴ്സിൻ്റെ വേറെ ഒരു പാക്കിൽ 2 എണ്ണം വരുന്നത് അല്ലെങ്കിൽ ഒരു പാക്കിൽ 12 എണ്ണം വരുന്നതൊക്കെ ഞാൻ മേടിക്കാറുണ്ട്. അതെൻ്റെ വീട്ടിൽ പോകുമ്പോൾ എല്ലാം കൂടി ചുമക്കുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ ചിലപ്പോൾ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. അല്ലാതെ അവൾക്ക് എപ്പോഴും ഞങ്ങൾ ആമസോണിൽ നിന്ന് ഇത് തന്നെയാണ് ഓർഡർ ചെയ്യാറുള്ളത്. അപ്പം ഞാൻ ജസ്റ്റ് പിന്നെ അവിടെയൊക്കെ പാമ്പേഴ്സ് എന്തായാലും നമ്മൾ പോകുന്ന സ്ഥലത്ത് പാമ്പേഴ്സ് ഒന്നും കിട്ടാത്ത സ്ഥലമൊന്നുമല്ല. പക്ഷേ കുഞ്ഞുങ്ങളല്ലേ, നമുക്ക് അവരുടെ സ്കിന്നിന് പെട്ടെന്ന് അത് പിടിച്ചില്ല എന്നുണ്ടെങ്കിലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് കയ്യിൽ കരുതുന്നത്. 16 എണ്ണം മതിയോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. പക്ഷെ നമ്മുടെ ഒരു ലഗേജിന്റെ വെയിറ്റും എല്ലാ കാര്യങ്ങളും ഒക്കെ കൺസിഡർ ചെയ്ത് ഞാൻ 16 എണ്ണം എടുക്കുന്നുള്ളൂ. അപ്പം പിന്നെ അതുപോലെ ഇപ്പൊ എന്റെ ഫോൺ എന്തുവാണ് ചാർജ് എത്രയായിക്കാം, എന്തായാലും 90% ആയിട്ടുണ്ട്. അപ്പൊ എന്റെ വീഡിയോ എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് പാക്ക് ചെയ്യട്ടെ. പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ കംപ്ലീറ്റ് ജസ്റ്റ് വീഡിയോ ഒന്ന് ലാസ്റ്റെങ്കിലും ഒന്ന് കാണിക്കാം. പാമ്പേഴ്സും കാര്യങ്ങളും ഞാൻ നമ്മുടെ പെട്ടിയുടെ ഈ ഭാഗത്തായിട്ടാണ് ഇടുന്നത്. അപ്പോൾ അവിടെ ഞാൻ കുറച്ച് പീരീഡ് പാൻറ്റീസ് കരുതിയിട്ടുണ്ട്. കാരണം നമുക്കറിയത്തില്ലല്ലോ എപ്പോഴാണ് പീരീഡ്സ് ആവുന്നതെന്ന്. പീരീഡ് പാൻറ്റീസ് ഞാൻ ആകെ യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും ഇപ്പോൾ ഒരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ്. അപ്പോൾ അത് ജസ്റ്റ് ഞാൻ കരുതുന്നുണ്ട്. ഇതൊക്കെ അവിടെ കിട്ടും. എല്ലാവരും പറയുന്നത് ഇതൊന്നും കിട്ടാത്ത സ്ഥലത്താണോ പോകുന്നത്, ഇതൊന്നും കിട്ടാത്ത സ്ഥലമൊന്നുമല്ല. പക്ഷെ നമ്മൾ കരുതുന്നത് നമ്മൾ കരുതണമല്ലോ. അപ്പോൾ ഇതെല്ലാം ഞാൻ ഈ ഒരു ഭാഗത്താണ് വെക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് നമുക്ക് സെറ്റാക്കാം. അതിന് വേണ്ടി നമുക്ക് പെട്ടി ഒന്ന് തിരിക്കാം. ഇത് കാണിച്ചോ. പീരീഡ് പാൻറ്റീസ് ഞാൻ ഇപ്പോൾ മേടിച്ചതൊന്നുമല്ല, ഇടയ്ക്കൊക്കെ മേടിച്ചപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഞാൻ ജസ്റ്റ് എടുത്ത് വെച്ചെന്നേ ഉള്ളൂ. പിന്നെ എന്തുവാണ്, അപ്പോൾ ഓൾമോസ്റ്റ് ലൈഫിൽ ഞാൻ ഈ ഒരു ബാഗും കൂടി ജസ്റ്റ് കയ്യിൽ കരുതാമെന്ന് വിചാരിക്കുന്നത്. കാരണം നമ്മൾ എയർപോർട്ടിൽ പോകുമ്പോൾ കുഞ്ഞിന് വേണ്ടിയിട്ട് കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ഫുഡോ വെള്ളമോ കാര്യങ്ങളോ ഒക്കെ വേണം. അപ്പം നമുക്ക് ഈ ഒരു കുപ്പി ഈ ഒരു ബാഗിൽ വെക്കേണ്ട കുപ്പിയാണ്. എന്തായാലും ഓർത്ത് ഈ ബാഗിൽ ഇപ്പോൾ എടുത്ത കാര്യങ്ങൾ കയ്യിലെടുത്തത് നന്നായി. പിന്നെ എന്തുവാണ്, ഇപ്പം അത്യാവശ്യം വേണ്ട എല്ലാം ആയിട്ടുണ്ട്. മോക്കുള്ള ഡ്രസ്സ്, ഞങ്ങളുടെ ഡ്രസ്സ്, എൻ്റെ മേക്കപ്പ് സാധനങ്ങൾ, മോക്കുള്ള പാമ്പേഴ്സ്, പിന്നെ എന്തായാലും കുറയ്ക്കുന്ന എന്തെങ്കിലും ഒരു സാധനങ്ങൾ ഞാൻ കുറച്ച് മേടിക്കും. കുറച്ചെന്നല്ല, കാരണം ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, മോക്ക് വേറെ ഒന്നും ഞാൻ സെറിലാക്ക ഒന്നും ഞാൻ മേടിക്കുന്നില്ല. അവർക്ക് കാരണം സെറിലാക്ക ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളതൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് പിന്നെ എനിക്ക് അതിനോട് താല്പര്യമില്ല. എന്തായാലും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നല്ലത് കിട്ടുമായിരിക്കുമല്ലോ. അപ്പോൾ അത് വാങ്ങിച്ച് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ അവൾക്ക് എപ്പോഴും ഞാൻ നമ്മുടെ ഫുഡ്, അവൾ പിന്നെ കഴിക്കാത്ത വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് പാൻ കേക്ക് അതൊക്കെ തന്നെയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒന്നും ഞാൻ സെറിലാക്ക ഉള്ള ഒന്നും ഞാൻ കരുതുന്നില്ല. അപ്പം ഇത് ഇത്രയുമാണ് ഇപ്പം തൽക്കാലം പെട്ടിയിൽ വെക്കുന്നുള്ളൂ. ഇനി എടുക്കാനുള്ളത് മോക്ക് സോപ്പ്, അവളുടെ സോപ്പ്, അവളുടെ ബോഡി ലോഷൻ, അവളുടെ ക്രീമും കാര്യങ്ങളും എടുത്ത് വെക്കാനുണ്ട്. പിന്നെന്തുവാണ്, പിന്നെന്തെങ്കിലും ഉണ്ടാക്കാം. പിന്നെ എൻ്റെ ഒരു കാര്യമുണ്ട്, അതും ഓക്കെ. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം എൻ്റെ ലഗേജ് പാക്കിങ് ഇനി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത് എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പം ഡെസ്റ്റിനേഷൻ ഞാൻ 4 ഓപ്ഷൻസ് പറയാം. സംഭവം 4ഉം ഇതിൽ ജസ്റ്റ് നിങ്ങൾ ഗസ് ചെയ്യട്ടെ. ഞങ്ങൾ വിചാരിച്ചിരുന്ന പ്ലേസസ് എന്ന് പറയുന്നത് ഒന്ന് ബാലി, പിന്നൊന്ന് തായ്ലൻഡ്, പിന്നൊന്ന് മലേഷ്യ, പിന്നൊന്ന് ദുബായ്. ഈ 4 പ്ലേസാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. ഞങ്ങൾ പിന്നെ സിംഗപ്പൂരൊക്കെ ജസ്റ്റ് ഒന്ന് ഓപ്ഷനിൽ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഇന്റർനാഷണൽ ട്രിപ്പല്ല, അല്ലാത്ത ട്രിപ്പാണെങ്കിൽ ഞങ്ങൾ ലക്ഷദ്വീപ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാം കൂടിയൊക്കെ നമുക്ക് വെച്ച് നോക്കുമ്പോൾ ഇപ്പം പോകാൻ പറ്റുന്നൊരു സ്ഥലത്താണ് ഞങ്ങൾ പോകുന്നത്. അപ്പം നിങ്ങളൊന്ന് ഗസ് ചെയ്യണം കേട്ടോ, ഞങ്ങൾ എവിടെയായിരിക്കും പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ. കാരണം എൻ്റെ ഫോണിൽ ചാർജ് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വെച്ച് കംപ്ലീറ്റ് ആക്കുവാണ്. അപ്പം നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ ട്രിപ്പിൻ്റെ വീഡിയോസ് ഓരോന്നായിട്ട് വരും. എല്ലാവരും അത് കാണാനും സ്കിപ്പ് ചെയ്യാണ്ട് കാണാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.